So welcome back to our channel. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന K2 S4 CACയിലെ മൊഡ്യൂൾ 1ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 1ലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയ ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ. സിസ്റ്റം കോൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ ആണ് പഠിക്കാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു മൊത്തത്തിൽ എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ ഉണ്ട്. അതിൽ ഒന്നാണ് പ്രോസസ് കൺട്രോൾ, ഫയൽ മാനിപ്പുലേഷൻ, ഡിവൈസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മെയിൻ്റെനൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വൺ ബൈ വൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രോസസ് കൺട്രോൾ ആണ് ഫസ്റ്റ് വൺ. സോ എന്താണ് പ്രോസസ് കൺട്രോൾ നോക്കാം. പ്രോസസ് കൺട്രോൾ പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ട് എൻഡ് അബോട്ട് എന്നാണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. എൻഡ് ഓർ അബോട്ട്. സെക്കൻഡ് വൺ ലോഡ് എക്സിക്യൂട്ട്, ക്രിയേറ്റ് പ്രോസസ്, ടെർമിനേറ്റ് പ്രോസസ്, ഗെറ്റ് പ്രോസസ് ആട്രിബ്യൂട്ട്, set process attributes, wait for time, wait event, signal event, allocate and free memory. ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ കൊടുത്തുള്ളൂ. ജസ്റ്റ് അത് മാത്രം മതി. പ്രോസസ് കൺട്രോൾ നമുക്ക് അറിയാം. ഒരു പ്രോസസ്സ് ലോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഇതിന്റെ ഓവറോൾ കൺട്രോൾ. എൻഡ് ചെയ്യുക, അബോട്ട് ചെയ്യുക, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുക. ഈ സംഭവം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? പ്രോസസ് കൺട്രോൾ വഴിയായിരിക്കും. സോ ഇതാണ് മെയിനായിട്ട് പ്രോസസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അലോക്കേഷൻ ഓഫ് ദ റിസോഴ്സസ്, ഫ്രീ മെമ്മറി, ഇതൊക്കെ പ്രോസസ് കൺട്രോൾ ആയിരിക്കും കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഫയൽ മാനിപ്പുലേഷൻ. സോ ഫയൽ മാനിപ്പുലേഷൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ച എന്താണ്? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, ഫയൽ ക്ലോസ് ചെയ്യുക, റീഡ്, റൈറ്റ്, റിപ്പോസിഷൻ, ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുക. ഗെറ്റ് ഫയൽ ആട്രിബ്യൂട്ട്സ്, സെറ്റ് ഫയൽ ആട്രിബ്യൂട്ട്സ്, ഫയൽ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യുക, അതേപോലെ സെറ്റ് ഫയൽ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഫയൽ മാനിപ്പുലേഷൻ ചെയ്യുന്ന സർവീസസ്. അതേപോലെ നമുക്ക് ഡിവൈസ് മാനിപ്പുലേഷനാകുമ്പോൾ എന്താ? ഇതേപോലെ സെയിം ടൈം സംഭവം തന്നെ ഡിവൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. നേരത്തെ ഫയൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡിവൈസ് മാനിപ്പുലേഷൻ എന്തായിരിക്കും? ഡിവൈസസിൻ്റെ മാനിപ്പുലേഷൻ ആയിരിക്കില്ലേ? അതായത് ഡിവൈസസിൻ്റെ റിക്വസ്റ്റ് ഡിവൈസ്, റിലീസ് ഡിവൈസ്, ഡിവൈസിനെ റിക്വസ്റ്റ് ചെയ്യുക, അതേപോലെ റിലീസ് ചെയ്യുക, റീഡ്, റൈറ്റ്, റിപ്പോസിഷൻ, ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുക. ഗെറ്റ് ഡിവൈസ് ആട്രിബ്യൂട്ടും വേണം, ഗെറ്റ് സെറ്റ് ഡിവൈസ് ആട്രിബ്യൂട്ട്സും വേണം. അതേപോലെ ലോജിക്കൽ അറ്റാച്ച് ഓർ ഡിറ്റാച്ച് ഡിവൈസസ്, ഇതൊക്കെ ഡിവൈസ് മാനിപ്പുലേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇൻഫർമേഷൻ മെയിൻ്റെനൻസ്. ഇൻഫർമേഷൻ മെയിൻ്റെനൻസ് എന്തായിരിക്കും? മെയിൻലി അവിടെ ചെയ്യുന്നത് ഗെറ്റ് ടൈം ഓർ ഡേറ്റ്, സെറ്റ് ടൈം ഓർ ഡേറ്റ്, അല്ലെങ്കിൽ ഗെറ്റ് സിസ്റ്റം ഡേറ്റ ഓർ സെറ്റ് സിസ്റ്റം ഡേറ്റ, സെറ്റ് പ്രോസസ് ഫയൽ ഓർ ഡിവൈസ് ആട്രിബ്യൂട്ട്സ്, സെറ്റ് പ്രോസസ് ഫയൽ ഓർ ഡിവൈസ് ആട്രിബ്യൂട്ട്സ്. സെറ്റും ഗെറ്റും ഉണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണം, സെറ്റ് എന്നത് സെറ്റ് ചെയ്യുക. ഗെറ്റ് ടൈം ഓർ ഡേറ്റ, ഡേറ്റയും ടൈമും ഗെറ്റ് വേണം. സെറ്റ് ടൈം ഓർ ഡേറ്റ സെറ്റ് ചെയ്യുക. ഇതൊക്കെ ഇൻഫർമേഷൻ മെയിൻ്റെനൻസിലാണ് വരുന്നത്. ഇൻഫർമേഷൻ മെയിൻ്റെനൻസിൽ മെയിൻലി നമുക്ക് ചെയ്യുന്നത് ടൈമും ഡേറ്റയുടെ സെറ്റിംഗ് ആൻഡ് ഗെറ്റിംഗ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണ്. ഫൈനൽ ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾ ആണ്. കാറ്റഗറി ഓഫ് സിസ്റ്റം കോൾ ആണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു എന്തിനാണ്? ക്രിയേറ്റ് ഓർ ഡിലീറ്റ് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്? സെൻഡ് ഓർ റിസീവ് മെസ്സേജസ്, ഓർ റിസീവ് മെസ്സേജസ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ അറ്റാച്ച് ഓർ ഡിറ്റാച്ച് റിമോട്ട് ഡിവൈസസിൻ്റെ അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ കമ്മ്യൂണിക്കേഷൻ വഴി ആയിരിക്കും നമുക്ക് OSന് മനസ്സിലാകുക. ഓക്കെ. സോ ഇതൊക്കെയാണ് മെയിൻ 5 കാറ്റഗറീസ് ഓഫ് സിസ്റ്റം കോൾ. സോ സിസ്റ്റം കോളിൻ്റെ മെയിൻ 5 കാറ്റഗറീസ് മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് ഒന്നും കൂടി പറയാൻ ഞാൻ. ഫസ്റ്റ് വൺ പ്രോസസ് കൺട്രോൾ, സെക്കൻഡ് ഫയൽ മാനിപ്പുലേഷൻ, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ മെയിൻ്റെനൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള 5 categories. The system calls can be roughly categories grouped into 5 categories. System call group ചെയ്തിരിക്കുന്ന 5 categories ആണ് ഷോൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ സിസ്റ്റം കോളിൻ്റെ ടൈപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. ഓക്കെ ദെൻ ബൈ.